ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്, ഇന്ന് രാവിലെ എൻ്റെ ടിഫിൻ പൊങ്കലായിരുന്നു. വെൺപൊങ്കൽ എന്ന് പറയും. അപ്പോൾ പൊങ്കൽ ഉണ്ടാക്കുമ്പോൾ അത് ഞാൻ ഒന്ന് കുറച്ച് വീഡിയോ എടുത്തു എന്ന് മാത്രം. നിങ്ങളായിട്ട് ഞാൻ ഇതിന് മുൻപ് പങ്കുവച്ചിട്ടുണ്ട്, എന്നാലും ഒന്ന് കാണിച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് പച്ചരിയും 1 ഗ്ലാസ് ചെറുപയർ പരിപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനതൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. വല്ലാണ്ട് വറുത്തെടുക്കല്ല, ഒന്ന് ചൂടാക്കി എടുക്കണമെന്ന് മാത്രം. അതിന് ശേഷം അത് നന്നായി കഴുകി വൃത്തിയാക്കി നമ്മളൊരു അരിപ്പയിൽ വെള്ളം വാലാനായിട്ട് വെച്ചിറക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറുപയർ പരിപ്പ് ഇങ്ങനെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ അതിന് പൊങ്കലിന് നല്ലൊരു സ്മെല്ല് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിലാണ് ഇത് വിസിൽ വരുത്തുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പപ്പണിയായിട്ട് വേഗത്തിൽ ചെയ്യാവുന്ന രീതിയിൽ നിങ്ങളായിട്ട് പങ്കുവച്ചതാണ്. കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 2-3 പച്ചമുളക് നീളത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ കീറിയിടാം. എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല, അപ്പം ഞാൻ അതുകൊണ്ട് ചെറുതാക്കി അരിയാണ് ചെയ്തത് കേട്ടോ. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ഈ നമ്മൾ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചിട്ടില്ലേ കുക്കറിലേക്ക്, അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ചിയും പച്ചമുളകും. എന്നിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് കായം പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് മാത്രം. പിന്നെ നമ്മൾ വെള്ളം വാലാനായിട്ട് വെച്ച അരി ഉണ്ടല്ലോ, അരി കഴുകി വൃത്തിയാക്കി, അതായത് വറുത്ത് കഴിഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെള്ളം വാലാനായിട്ട് അരിപ്പയിലിട്ട് വെച്ച അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 2 കറിവേപ്പില ഇട്ട് കൊടുത്തു. അതുപോലെ കായം പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇട്ടത്. അപ്പോൾ ഈ ചൂടായ സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇടാം. അല്ല ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടതിന് ശേഷം ഇങ്ങനെ ഇതുപോലെ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക വെച്ചാൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടി മണം കിട്ടാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ കായം പൗഡർ നമ്മൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും പച്ചമുളക് ഇട്ടാൽ ചിലപ്പോൾ ആ മണം കിട്ടിക്കൊള്ളണമെന്നില്ല നന്നായിട്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വറുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളം വാലാൻ വെച്ച അരി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 1 ഗ്ലാസ് നമ്മൾ പച്ചരിയാണ് എടുക്കണമെന്ന് വെച്ചാൽ 1/2 ഗ്ലാസ് ചെറുപയർ പരിപ്പ്, ആ ഒരു കണക്കല്ലേ ഞാൻ ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വെള്ളം എടുക്കുക, 5 ഗ്ലാസ് വെള്ളം എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 2 ഗ്ലാസ് പച്ചരിയും 1 ഗ്ലാസ് ചെറുപയർ പരിപ്പാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഞാൻ 10 ഗ്ലാസ് വെള്ളം അവിടെ ഒരു പാത്രത്തിൽ അളന്നവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈ പണികൾ ചെയ്യാനായിട്ട് തുടങ്ങുക. അല്ലെങ്കിൽ എല്ലാം കൂടി ധൃതി കൂടിക്കഴിഞ്ഞാൽ അളവൊക്കെ തെറ്റും കേട്ടോ. അപ്പോൾ ഇത് അളവൊന്നും ശരിയായില്ല വെച്ചാൽ പിന്നെ നേരെയാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതേ ഒന്ന് പച്ചരിയും ചെറുപയർ പരിപ്പും ഒന്നുകൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വറുത്തതായതുകൊണ്ട് ഇനിയും വീണ്ടും വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ആ വെള്ളം നനവുള്ള ഇതൊക്കെ ഒന്ന് പൊട്ടി പൊക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അളന്ന് വെച്ച വെള്ളം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതുപോലെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട്, ഉപ്പൊന്നൊരു പൊടിക്ക് മുൻപന്തിയിൽ നിന്നോട്ടെ, നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കണ പോലെ. അല്ലെങ്കിൽ ഉപ്പ് തീരെ കുറഞ്ഞാലും നന്നാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട്, ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും നമ്മൾ ചേർത്ത് കൊടുക്കുക. അധികം ആവും വേണ്ട കേട്ടോ. അതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 4 വിസിൽ നമുക്ക് മിനിമം വരുത്താം. ഒരു മിനിമം തീയിൽ വെച്ചിട്ട് 4 വിസിൽ കേട്ടോ. അപ്പോൾ പൊങ്കൽ എന്ന് പറഞ്ഞാൽ പൊങ്കലാക്കണ്ട പറയും പണ്ടുള്ളവർ, വെന്ത് പൊങ്കലാക്കണ്ട പറയും. പൊങ്കൽ എന്ന് പറഞ്ഞാൽ വെന്തുടഞ്ഞ തന്നെയാണ് സാധനം. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് വെന്തുടഞ്ഞാൽ തന്നെ ഇതിൻ്റെ സ്വാദും കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതേ കുക്കർ അടച്ച് വെക്കുകയാണ്. എന്നിട്ട് 4 വിസിൽ വരുത്താൻ, ഞാൻ 4 വിസിലാണ് വരുത്താറുള്ളൂ. 4 വിസിൽ വന്നു, ആവിയൊക്കെ പോയി. ഞാൻ തുറന്ന് നോക്കി. അപ്പോൾ നമ്മുടെ പൊങ്കൽ ഇതാ കണ്ടോ, അങ്ങനെയൊക്കെ വെന്തതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തിടുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം നെയ്യ് ഒഴിച്ച് കരണ്ടിയിൽ ചൂടാക്കിയതിന് ശേഷം അണ്ടിപ്പരിപ്പ് വറുത്ത് കോരിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം കുരുമുളകും ജീരകവും കൂടിയിട്ട് നമ്മൾ വറുത്തിട്ട് അതിലേക്ക് പൊട്ടിച്ച് ഇട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ലേശം കായം പൗഡറും അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊങ്കൽ അവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി ഇളക്കി മറിക്കുകയാണ് എല്ലാ ഭാഗത്തേക്കും ആവുന്ന പോലെ. അപ്പോൾ ഞാൻ ഇവിടെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കറി സാമ്പാറാണ്. ഞാൻ വിശദമായിട്ട് കാണിക്കണമെന്നില്ല, സാമ്പാറാണ് ഇന്നത്തെ എൻ്റെ കറി. അതുപോലെ തന്നെ സാമ്പാറും ചട്നിയും നമ്മുടെ പൊങ്കലിനും ആവശ്യമാണല്ലോ. ഇന്ന് ഞാൻ ഉഴുന്നുവടയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ, അങ്ങനെ പോട്ടെ. പിന്നെ മോൻ ഇവിടെ പൊങ്കൽ കഴിക്കില്ല. അപ്പോൾ ഞാൻ അവന് വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കി. അപ്പോൾ ഈ സാമ്പാറും ചട്നിയും അവനും ഉപയോഗിക്കാമല്ലോ. ഇന്നത്തെ എൻ്റെ ടിഫിൻ ഇങ്ങനെയൊക്കെയാണ്. ഉച്ചക്കലത്തെ കറിയും ഇതാണ് കേട്ടോ. അപ്പോൾ അത് നല്ല കട്ട ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ലേശം വെള്ളം തന്നെ വായിക്കുന്നുണ്ട്, കാരണം അവന് ദോശയ്ക്കും വേണമല്ലോ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പൊങ്കലൊക്കെ റെഡിയായി. ഞങ്ങളുടെ ടിഫിനൊക്കെ ഞങ്ങൾ കഴിച്ചു. പൊങ്കൽ കഴിച്ച് കഴിഞ്ഞാൽ വയറോടെ സെറ്റായി കിടന്നോളും. ഉച്ചയായാലും വിശക്കില്ല, ഇന്നോടോ ചോദിച്ചിട്ട് കിടക്കും. നല്ല ഹെൽത്തി ഫുഡാണിത് കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ 1 പ്രാവശ്യമോ മാസത്തിൽ 1 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും നിങ്ങൾ കേട്ടോ. പിന്നെ ഇതാ കുറച്ച് ചീര ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചീര കൊണ്ടാണ് ഉപ്പേരി വെക്കുന്നത്.
അപ്പോൾ ദേ ചീരയൊക്കെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ ദേ മൺചട്ടി അടുപ്പത്ത് വെച്ചു. ചീഞ്ചട്ടി ഇട്ടാ അതിലേക്ക് സബോളയും പച്ചമുളകും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തു. അരിഞ്ഞു വെച്ച ചീര അതിലേക്ക് ചേർത്തു. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചു. അങ്ങനെ നമ്മുടെ ചീര ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ പൊങ്കൽ ഇതിൽ നമ്മുടെ ഉണ്ണിവാവയ്ക്ക് ഈ പൊങ്കലിൻ്റെ ഇത് പരിപ്പും പച്ചരിയും കൂടി വേവിച്ചത് കൊടുക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ണിവാവുകൾ ഉണ്ടെങ്കിൽ കൊടുത്തോളൂ. നല്ല ഹെൽത്തി ഫുഡാണ്. പക്ഷേ ഇതിൽ എരിവിട്ട കാരണം നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഞാൻ ഉണ്ണിക്ക് വേറെ വേവിച്ചിട്ടുണ്ട്. വേറെ കുക്കറിൽ കുറച്ച് വേവിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നെയ്യും ഉപ്പും മാത്രം ചേർത്തിട്ടാണ് ഇത് 4 വിസിൽ വരുത്തി വേവിച്ചേക്കണത്. അപ്പോൾ അത് ഉണ്ണിവാവയ്ക്ക് കൊടുക്കും. ഉണ്ണിവാവ കഴിക്കാൻ ഭയങ്കര മടിയാണ്. കായപ്പൊടി അതുപോലെ നുറുക്ക് ഗോതമ്പിൻ്റെ റാഗി ഇതെല്ലാം നമ്മൾ കൊടുക്കുകയാണ്. ഉണ്ണിവാവ കഴിക്കണില്ല. എന്തെങ്കിലുമൊക്കെ അകത്ത് ചെല്ലട്ടെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ചൂട് കാരണം കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും തീരെ വയ്യ, ക്ഷീണമാണ്. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയ്ക്കും വയ്യാന്ന്. അപ്പോൾ എല്ലാം കൂടിയാകുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വിഷമം വരുമ്പോൾ ചിലപ്പോൾ നിസ്സാര കാര്യത്തിനായിരിക്കാം നമ്മൾ ഒന്നെങ്കിൽ വിഷമം പറയുക കാര്യങ്ങൾ ചെയ്യുന്നത്. അതാ നിസ്സാര കാര്യം കൊണ്ടല്ല കേട്ടോ. നമ്മൾ മനസ്സിലടക്കി പിടിച്ച വിഷമം എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പുറത്തേക്ക് പൊട്ടിച്ചാടുകയാണേ. അപ്പോൾ അതുപോലെ ഞാൻ ഇന്നലെ നിങ്ങളോട് എന്തൊക്കെയോ വിഷമം പറഞ്ഞു തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിലുള്ള വിഷമം ആരോടെങ്കിലുമൊക്കെ പറയണ്ടേ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.